ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് +2 ലെവലിലെ 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ ബേസിക് ക്ലാസ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിലെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 ഇക്വേഷൻസ് നമുക്കൊന്ന് പഠിക്കാം. സ്ട്രെയിറ്റ് ലൈനും ബേസിക് കണ്ടീഷൻ എന്ന് പറയുമ്പം സ്ട്രെയിറ്റ് ലൈൻ ഫോമിൽ സ്ട്രെയിറ്റ് ലൈൻ ഇതിൽ വെക്റ്റർ ചാപ്റ്ററിൽ പഠിച്ചതാണ് വെക്റ്റർ ഇക്വേഷൻ. അപ്പോൾ ഒരു ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റുമ്പം ഒരു ലൈനെ വെക്റ്റർ ഇക്വേഷനിലോട്ട് മാറ്റി എഴുതുമ്പം അതിൻ്റെ ഇക്വേഷൻ ഒരു പോയിൻറ്റും പാരലൽ വെക്റ്ററും തന്നാൽ ആ പോയിൻ്റ് ഡിനോട്ട് ചെയ്യുന്നതാണ് എ വെക്റ്റർ. പാസ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതാണ് എ വെക്റ്റർ. അതാണ് പോയിൻറ്റിനെ IJK കണക്ട് ചെയ്ത് എഴുതുമ്പം അതിൻ്റെ വെക്റ്റർ കിട്ടും. പാരലായിട്ട് തരുന്ന വെക്റ്ററാണ് ബി വെക്റ്റർ, പാരലൽ വെക്റ്റർ. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എഴുതുമ്പം ഒരു സെറ്റ് പോയിൻ്റും ഉണ്ട് പാരലൽ വെക്റ്ററും ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്ന ഇക്വേഷനാണ് വെക്റ്റർ ഇക്വേഷൻ. IJK കണക്ട് ചെയ്ത് പോയിന്റിനെ മാറ്റി എഴുതുമ്പോൾ എ വെക്റ്ററും ഏതാണോ പാസ് ചെയ്യുന്ന പാരലൽ വെക്റ്റർ അത് ബി വെക്റ്ററുമാണ്. അതിൽ ഇത് തന്നെ IJK ഇല്ലാതെ എഴുതുന്ന വെക്റ്ററാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോം. കാർട്ടീഷ്യൻ ഇക്വേഷനിൽ x - x1 by a is equal to y - y1 by b is equal to z - z1 by c is equal to lambda. ഈ ഇക്വേഷനിൽ പാസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് ഈ മൈനസ് കഴിഞ്ഞു വരുന്ന x1 y1 z1. അതാണ് പോയിൻറ്റ്സ്. പോയിൻറ്റ്സ് x1 y1 z1. ഈ സിമ്പൽ ബ്രാക്കറ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് പാസ് ചെയ്യുന്ന പോയിന്റ്. താഴെ തന്നിരിക്കുന്ന ABC ആണ് ഡയറക്ഷൻ റേഷ്യോ. അതാണ് ABC, ഡയറക്ഷൻ റേഷ്യോ. ഡയറക്ഷൻ റേഷ്യോ IJK കണക്ട് ചെയ്ത് എഴുതുമ്പം പാരലൽ വെക്റ്റർ കിട്ടും. ബി വെക്റ്റർ എന്ന് പറയുന്നതാണ് AI + BJ + CK. ക്യാപിട്ട് എഴുതാം. x1I + y1J + z1K അതാണ് എ വെക്റ്റർ. എ വെക്റ്റർ. അങ്ങനെയാണ് എ ബാറും ബി ബാറും കണ്ടുപിടിക്കുന്നത്. ബി ബാർ ഡയറക്ഷൻ റേഷ്യോ കണക്ട് ചെയ്ത് എഴുതുന്നതാണ് ബി ബാർ. അവിടെ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ എ വെക്റ്റർ. ആദ്യം എഴുതിയ ഇക്വേഷൻ വെക്റ്റർ ഫോം, രണ്ടാമത് എഴുതിയത് കാർട്ടീഷ്യൻ ഫോം. അതാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു പോയിൻറ്റും ഒരു പാരലൽ വെക്റ്ററും ഉണ്ടെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ. ഇത്രയും ഇവിടെ പഠിച്ചിരിക്കണം, വെക്റ്റർ ഫോമും കാർട്ടീഷ്യൻ ഫോമും. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദി പോയിന്റ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദി പോയിന്റ് 1 2 3. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദി പോയിന്റ് 1 2 3 and which is parallel to the vector, and which is parallel to the vector 3i plus 2j minus 2k, which is parallel to the vector 3i plus 2j minus 2k. Find the equation of a line through the point 1 2 3 and which is parallel to the vector 3i plus 2j minus 2k. വെക്റ്റർ ഇക്വേഷൻ എന്നോ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നോ പറയാത്തത് കൊണ്ട്
ഏതേലും ഒരു ഇക്വേഷന് ചെയ്താൽ മതി. പാസ് ചെയ്യുന്ന പോയിൻ്റാണ് എ ബാർ, എ വെക്റ്റർ. 1i + 2j + 3k. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് കൊടുക്കുമ്പോൾ എ വെക്റ്റർ കിട്ടി. പാസ് ചെയ്യുന്ന പാരലൽ വെക്റ്റർ അതാണ് ബി വെക്റ്റർ. 3i + 2j - 2k. അപ്പം വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ഇക്വേഷൻ r bar = a bar plus lambda b bar, a bar plus lambda b bar. അപ്പോൾ അവിടെ ഇക്വേഷൻ r വെക്റ്റർ = i + 2j + 3k plus lambda into b വെക്റ്റർ 3i + 2j - 2k, 3i + 2j - 2k. ഇങ്ങനെ എഴുതുമ്പോൾ അവിടുത്തെ വെക്റ്റർ ഇക്വേഷൻ കിട്ടും. വെക്റ്റർ ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യനിൽ വെക്റ്റർ ഇക്വേഷനോ കാർട്ടീഷ്യനോ പറയാത്തത് കൊണ്ട് ഒന്നുകിൽ വെക്റ്ററിൽ എഴുതണം ഇക്വേഷൻ, അല്ലെ കാർട്ടീഷ്യനിൽ എഴുതണം. ഇത് തന്നെ കാർട്ടീഷ്യനിൽ എഴുതിയാൽ ഈ പോയിൻറ്റ്സ് ആണ് x1, y1, z1. ഇതാണ് പോയിൻറ്റ്സ്. അപ്പം x - x1 ബൈ എ എന്ന് പറഞ്ഞാൽ ഈ വെക്റ്ററിൻ്റെ റേഷ്യോ, അതാണ് എ ബി സി. x - x1 by a is equal to y - y1 by b is equal to z - z1 by c is equal to lambda. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ IJK വരാത്തത്. ഇത് കണക്ട് ചെയ്ത് എഴുതുമ്പം ഇത് കാർട്ടീഷ്യൻ ഇക്വേഷനും വെക്റ്റർ ഇക്വേഷനുമായി. ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഒരു പോയിൻറ്റും ഒരു വെക്റ്ററും തന്നാൽ. ഇനി 2 സെറ്റ് പോയിൻറ്റിൻ്റെ ഉണ്ട്, അത് വേറെയാണ്. ഇതിപ്പം നമ്മൾ ഒരു പോയിൻറ്റും ഒരു വെക്റ്ററും തന്നാൽ ഇക്വേഷൻ. അത് തന്നെ വേറെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. Find the equation of the line in vector and Cartesian form. Find the equation of the line in vector and Cartesian form that passes through the point. Find the equation of the line in vector and Cartesian form that passes through the point with the position vector 2i minus j plus 4k. 2i minus j plus 4k with the position vector 2i minus j plus 4k and is in the direction I plus 2j minus k and is in the direction I plus 2j minus k and is in the direction I plus 2j minus k. ഏത് ഡയറക്ഷൻ ആണോ പറയുന്നത് അതാണ് അവിടുത്തെ വെക്റ്റർ. അപ്പോൾ വെക്റ്റർ തന്നു ബി ബാർ. പോയിൻ്റ് ഇവിടെ IJKയിൽ കണക്ട് ചെയ്ത് എഴുതി. അപ്പോൾ അതാണ് എ വെക്റ്റർ. എ വെക്റ്ററും ഏത് ഡയറക്ഷൻ പറയുന്നു അത് ബി വെക്റ്ററും തന്നുവെങ്കിൽ വെക്റ്റർ ഫോം r bar is equal to a bar plus lambda b bar. അപ്പോൾ ഇതിൽ r bar is equal to 2i minus j plus 4k plus lambda into b vector I plus 2j minus k. അതാണ് ബി വെക്റ്റർ. ഇത് വെക്റ്റർ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ആണെങ്കിൽ x മൈനസ് പോയിൻറ്റ്സ്
2 minus 1 4 ratio ABC 1 2 minus 1. അപ്പോൾ x minus x1 by a is equal to y minus minus 1 by b is equal to z minus 4 by minus 1 is equal to lambda. അത് കാർട്ടീഷ്യൻ ഫോമുമായി. കാർട്ടീഷ്യൻ ഫോം വളരെ സിമ്പിളാണ്. ഒരു പോയിൻറ്റും ഒരു വെക്റ്ററും തരുമ്പം വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അടുത്തത് നോക്കാം. അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിനകത്ത് ചിലത് ഈ കാർട്ടീഷ്യൻ ഫോം ആയിരിക്കും തരിക, വെക്റ്ററിലോട്ട് മാറ്റണം. ഇതേ മോഡൽ തന്നെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത്. ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് x minus 5 by 3 is equal to y plus 4 by 7 is equal to z minus 6 by 2. Cartesian equation of a line is അത്ര എഴുതുക. Write its vector form. Write its vector form. Vector ഫോമിൽ എഴുതണം. Write its vector form. Vector form. Write its vector form. Write its vector form. അപ്പോൾ വെക്റ്റർ ഫോമിൽ എഴുതുമ്പം ആർ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ലാംഡ ബി ബാർ. അതിൽ പോയിൻറ്റ്സ് ഐ ജെ കെ ഇട്ട് എഴുതുന്നതാണ് എ വെക്റ്റർ. പോയിൻറ്റ്സ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി. മൈനസ് കഴിഞ്ഞ് വരുന്നത് ഐ ജെ കെ ഇട്ട് എഴുതണം. അതാണ് വെക്റ്റർ. അപ്പോൾ ഇവിടെ എ വെക്റ്റർ മൈനസ് കഴിഞ്ഞ് വരുന്നത് 5i. ഇവിടെ പ്ലസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് 4. അപ്പം മൈനസ് 4j. മൈനസ് കഴിഞ്ഞ് വരുന്നത് പ്ലസ് 6k. ഇതാണ് എ വെക്റ്റർ. ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ എ ബി സി ഐ ജെ കെ ഇട്ട് റേഷ്യോ കണക്ട് ചെയ്ത് എഴുതണം. അപ്പോൾ ബി വെക്റ്റർ 3i പ്ലസ് 7j പ്ലസ് 2k. 3i പ്ലസ് 7j പ്ലസ് 2k. അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ ആർ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ലാംഡ ബി ബാർ. ആർ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ ബാർ 5i മൈനസ് 4j പ്ലസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്റ്റർ 3i പ്ലസ് 7j പ്ലസ് 2k. ഇതാണ് വെക്റ്റർ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഫോം തന്നിട്ട് വെക്റ്റർ ഇക്വേഷൻ എഴുതുന്നത് ആ ഫോമാണത്. അപ്പോൾ അതിൽ വെക്റ്റർ ഇക്വേഷൻ എഴുതാമ്പം ഒരു പോയിൻറ്റും ഒരു വെക്റ്ററും അറിയണം. തിരിച്ചും അതുപോലെ തന്നെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ട് കാർട്ടീഷ്യൻ എഴുതാനും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ പഠിച്ചത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ബേസിക് ആയിട്ടുള്ള വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യനുമാണ്. അപ്പോൾ ഈ ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവിടെ പോയിൻറ്റും വെക്റ്ററും ഉണ്ടെങ്കിൽ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനൂടെ പഠിക്കാം. അപ്പോൾ ഒരു ജനറൽ ഫോം വെക്റ്റർ ഇക്വേഷൻ ആണെങ്കിൽ ആർ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ലാംഡ ബി ബാർ. അങ്ങനെ രണ്ട് ലൈൻ ആണെങ്കിൽ എ വൺ ബാർ പ്ലസ് ലാംഡ ബി വൺ ബാർ ആൻഡ് ആർ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ ടു ബാർ പ്ലസ് വേറൊരു കോൺസ്റ്റൻറ്റ് മ്യൂ ഇൻറ്റു ബി ടു ബാർ. അപ്പം രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ എ വൺ ബാറും എ ടു ബാറും ആണ് അവിടുത്തെ പോയിൻറ്റ്സ്. എ വൺ ബാറും എ ടു ബാറും പോയിൻറ്റ്സ്.
B1 ബാറും B2 ബാറും ആണ് വെക്റ്റേഴ്സ് B1 ബാറും B2 ബാറും വെക്റ്റേഴ്സ്. അപ്പം വെക്റ്റർ ആൾജിബ്രയിൽ പഠിച്ചു കഴിഞ്ഞു. രണ്ട് വെക്റ്റർ എ ബാറും ബി ബാറും ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് വഴിയും ക്രോസ് പ്രോഡക്റ്റ് വഴി ആംഗിൾ കാണാം. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കോസ് തീറ്റ കാണാൻ എ ബാർ ഡോട്ട് ബി ബാർ ബൈ മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ചെയ്യുന്നത് പോലെ ഇവിടുത്തെ രണ്ട് വെക്റ്റേഴ്സാണ് B1 ബാറും B2 ബാറും. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു B1 ബാർ ഡോട്ട് B2 ബാർ ബൈ മോഡുലസ് B1 ബാർ ഇൻറ്റു മോഡുലസ് B2 ബാർ. വെക്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ബൈ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് B1 ബാർ ഇൻറ്റു മോഡുലസ് B2 ബാർ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഫോളോയിങ് പെയർ ഓഫ് ലൈൻസ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ലൈൻസ്. Following pairs of lines. R vector is equal to 2i minus 5j plus k. 2i minus 5j plus k plus lambda into 3i plus 2j plus 6k. 2i plus 3i plus 2j plus 6k and R vector is equal to 7i minus 6k. 7i minus 6k plus mu into അടുത്ത പാർട്ട് I plus 2j plus 2k. I plus 2j plus 2k. I plus 2j plus 2k. അപ്പോൾ അവിടെ വെക്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ലാംഡ അല്ലെ മ്യൂ കഴിഞ്ഞ് വരുന്നതാണ് വെക്റ്റേഴ്സ്. ഇത് A1 ബാറും A2 ബാറും B1 ബാറും B2 ബാറും. അപ്പോൾ അവിടെ B1 ബാർ എന്ന് പറഞ്ഞാൽ B1 ബാർ ഈസ് ഈക്വൽ ടു വെക്റ്റർ 3i പ്ലസ് 2j പ്ലസ് 6k ആൻഡ് B2 ബാർ അടുത്ത വെക്റ്റർ i പ്ലസ് 2j പ്ലസ് 2k i പ്ലസ് 2j പ്ലസ് 2k. അതാണ് B1 ബാറും B2 ബാറും. അപ്പോൾ കോസ് തീറ്റ കാണുമ്പം ഡോട്ട് പ്രൊഡക്റ്റ് B1 ബാർ ഡോട്ട് B2 ബാർ 3i പ്ലസ് 2j പ്ലസ് 6k ഡോട്ട് i പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ i ക്യാപ്പ് j ക്യാപ്പ് k ക്യാപ്പ്. ഇവിടെ അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മോഡുലസ് B1 ബാർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അങ്ങനെയാണ് മോഡുലസ് B2 ബാർ. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ i ഡോട്ട് i j ഡോട്ട് j k ഡോട്ട് k ആണ് 1 ആകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് i കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, j തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, k തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അവിടുത്തെ വാല്യൂ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഐയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 3. ഐയുടെ i ഡോട്ട് i 1 ആയതുകൊണ്ട് ഐയുടെ കോയിഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. j തമ്മിൽ 2 ഇൻറ്റു 2 4 6 ഇൻറ്റു 2 12 ബൈ റൂട്ട് ഓഫ് 36 പ്ലസ് 4 40 പ്ലസ് 9 49 ഇൻറ്റു റൂട്ട് ഓഫ് 9
അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 12 പ്ലസ് 4 16, 16 പ്ലസ് 3 19 ബൈ റൂട്ട് 49 7 ഇൻറ്റു റൂട്ട് 9 3 7 ഇൻറ്റു 3 21. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 19 ബൈ 21. അങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ, രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ വെക്റ്റർ ഫോമിൽ തന്നാൽ അത് പഠിക്കുന്നത്. തീറ്റയുടെ വാല്യൂ കാണാൻ കോസ് തീറ്റ വഴി ഡോട്ട് പ്രോഡക്റ്റ് ബൈ മാഗ്നിറ്റ്യൂഡ്. കാർട്ടീഷ്യൻ ഫോമിൽ ഇത് തന്നാൽ അവിടുത്തെ വെക്റ്റർ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതേ ഇക്വേഷൻ വഴി നമുക്ക് ബാക്കി അതിൻ്റെ ആംഗിൾ അതിൻ്റെ ഇടയ്ക്കുള്ളത് ചെയ്യാൻ പറ്റും. ബേസിക്കായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഫോമും വെക്റ്റർ ഫോമും ആംഗിൾ കാണാനുമാണ് നമ്മളിന്ന് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സുകളെല്ലാം പ്രോബ്ലംസ് എല്ലാം ചെയ്തു പഠിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് ഇനിയുള്ള വീഡിയോയിൽ കാണാം. താങ്ക് യു.